ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആണ്ടുവട്ടം 18-ാം വാരം ബുധനാഴ്ച. സുവിശേഷത്തിൽ നമ്മുടെ ധ്യാനചിന്തയായി മാറുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്കുകൾ. പ്രിയമുള്ളവരെ, വിശ്വാസത്തെക്കുറിച്ച് മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള ഒരു കോട്ടുണ്ട്. ഫെയ്ത്ത് ഇസ് എ ലിവിങ്, ഡയറിങ് കോൺഫിഡൻസ് ഇൻ ഗോഡ്സ് ഗ്രേസ്, സോ ഷുവർ ആൻഡ് സർട്ടൺ ദാറ്റ് എ മാൻ കുഡ് സ്റ്റേക്ക് ഹിസ് ലൈഫ് ഓൺ ഇറ്റ് 1,000 ടൈംസ്. ഈ ഒരു കോട്ടിൽ സ്റ്റേക്ക് ഹിസ് ലൈഫ് എന്നുള്ളൊരു പ്രയോഗമുണ്ട്. സ്റ്റേക്ക് ഹിസ് ലൈഫ് എന്ന് പറഞ്ഞാൽ ടു ബി ആബ്സല്യൂട്ട്ലി ഷുവർ, അതായത് 100% ഉറപ്പുള്ളൊരു കാര്യം എന്നാണ് സൂചിപ്പിക്കുന്നത്. വിശ്വാസം എന്നുള്ളത് ദൈവത്തിലുള്ള 100% കോൺഫിഡൻസ് ആണ്. സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈ ഒരു 100% കോൺഫിഡൻസ് ദൈവത്തിൽ കൊടുക്കുന്ന ഒരമ്മയെ നമ്മൾ കാണുകയാണ്. ഒരു കനാൻകാരി സ്ത്രീ ഈശോ ആ വഴി പോകുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് അവൾ ഈശോയുടെ അടുക്കൽ ചെന്നിരിക്കുക. ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന് പറഞ്ഞു. അതിനുശേഷം അവൾ പറയുന്നുണ്ട്, എൻ്റെ മകളെ പിശാച് ക്രൂരമായിട്ട് ബാധിച്ചിരിക്കുന്നു, നീ ഒന്ന് സുഖപ്പെടുത്തണം. വചനം പറയുന്നത് ഈശോ ഒരു വാക്കുപോലും മിണ്ടിയില്ല എന്നാണ്. ഈശോ നടന്നു പോവുകയാണ് ചെയ്യുന്നത്. ഈ സമയം അവൾ വീണ്ടും വന്ന് ഈശോയോട് അപേക്ഷിക്കുകയാണ്. ഈ അപേക്ഷ ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നപ്പോൾ ശിഷ്യന്മാർ ഈശോയോട് പറയുന്നുണ്ട്, ഗുരു, അവളെ ഒന്ന് പറഞ്ഞയക്കുക. അവൾ നമ്മളുടെ പിന്നാലെ വന്നിങ്ങനെ നിലവിളിക്കുന്നുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഈശോയോട് അപേക്ഷിച്ചുകൊണ്ടിരിക്കുക അവൾ. ഉടനെ അവൻ ഈശോ തിരിഞ്ഞ് അവളോട് പറയുന്നുണ്ട്, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്കാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. ആ ഒരു വാക്ക് കേട്ട് കഴിയുമ്പോൾ അവള് നിരാശപ്പെട്ട് തിരിഞ്ഞ് നടന്നു പോവുകയല്ല ചെയ്യുന്നത്. മറിച്ച് അവൾ മറുപടി പറയുന്നുണ്ട് ഈശോയോട്, അതേ കർത്താവേ, നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. ഈശോ ആ ഒരു റിപ്ലൈ കേട്ടിട്ട് അവളോട് പറയുന്നൊരു കാര്യം ഇതാണ്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്. യുവർ ഫെയ്ത്ത് ഇസ് എ ബിഗർ ഫെയ്ത്ത്. വലിയൊരു വിശ്വാസം. പ്രിയമുള്ളവർ, ഈ ഒരു വലിയ വിശ്വാസം എന്ന് പറയുന്നത് കർത്താവിലുള്ള 100% കോൺഫിഡൻസ് ആയിരുന്നെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇന്ന് ഈ സുവിശേഷം നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത്, ഏതെല്ലാം സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നാലും 100% ദൈവത്തിൽ കോൺഫിഡൻസോടുകൂടെ പ്രാർത്ഥിക്കുക എന്നുള്ളൊരു കാര്യത്തിലേക്കാണ്, ഒരു ആത്മീയതയിലേക്കാണ്. ഈ ഓഗസ്റ്റ് മാസത്തിലെ അടുത്തടുത്ത 2 ദിവസങ്ങളിൽ, അതായത് ഓഗസ്റ്റ് 27-ാം തീയതിയും 28-ാം തീയതിയും 2 വിശുദ്ധരുടെ തിരുനാൾ ആഘോഷിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. വിശുദ്ധ മോണിക്കയുടെയും വിശുദ്ധ അഗസ്റ്റിൻ്റെയും തിരുനാൾ. വിശുദ്ധ മോണിക്ക തൻ്റെ ജീവിതത്തിൽ 100% ചെയ്തൊരു കാര്യമുണ്ട്. തൻ്റെ മകൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ഒരാത്മീയത. എത്ര വർഷമെന്നറിയോ വിശുദ്ധ മോണിക്ക മകന് വേണ്ടി പ്രാർത്ഥിച്ചത്? നീണ്ട 17 വർഷം. നീണ്ട 17 വർഷം ഈ അമ്മ അഗസ്റ്റിൻ എന്ന മകൻ്റെ മാനസാന്തരത്തിന് വേണ്ടി ദൈവത്തിങ്കിലേക്ക് അവൻ അടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചെന്ന് പറയപ്പെടുന്നുണ്ട്. ഈ 17 വർഷം, ഓരോ വർഷം, ഓരോ ദിവസം, ഓരോ നിമിഷം ഈ അമ്മ മകൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ 100% കോൺഫിഡൻസോടുകൂടിയാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത്. ഒരു പ്രാവശ്യം പോലും അമ്മ തളർന്നു പോയിട്ടില്ല. ആയതുകൊണ്ട് തന്നെ ഒരു വിശുദ്ധൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, അമ്മേ, ഇത്രയധികം കണ്ണുനീരിൻ്റെ മകൻ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കില്ല. അത്രയും കോൺഫിഡൻസോടുകൂടിയാണ് മകൻ്റെ മാനസാന്തരത്തിന് വേണ്ടി ആ അമ്മ പ്രാർത്ഥിച്ചത്. 17-ാമത്തെ വർഷം ആ അമ്മ പ്രാർത്ഥിക്കുമ്പോഴും ആ ഒരു 100% കോൺഫിഡൻസോടുകൂടെ, വിശ്വാസത്തോടുകൂടെയാണ് പ്രാർത്ഥിച്ചത്. പ്രിയമുള്ളവരെ, ജീവിതത്തിലെ ദൈവത്തിൽ എത്രമാത്രം 100% കോൺഫിഡൻസോടുകൂടെ ആശ്രയിക്കാൻ, വിശ്വസിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെന്ന് ഒന്ന് ചിന്തിക്കാം. നമ്മളുടെ പ്രാർത്ഥനകളൊക്കെ അത് 100% വിശ്വാസത്തോടുകൂടെ ഉള്ളതായിരിക്കണം. 100% ദൈവത്തിൽ കോൺഫിഡൻസ് അർപ്പിക്കുന്ന ഒരു മനോഭാവത്തോടുകൂടെ ആയിരിക്കണം. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ അവിടെ നിന്നാണ്. ഈ വചനത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ഇങ്ങനെയാണ്, ബട്ട് ബ്ലെസ്ഡ് ഇസ് ദ വൺ ഹു ട്രസ്റ്റ് ഇൻ ദ ലോർഡ്, ഹൂസ് കോൺഫിഡൻസ് ഇസ് ഇൻ ഹിം. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ,
എൻ്റെ പ്രാർത്ഥനകളൊക്കെ നിന്നിലുള്ള 100% വിശ്വാസത്തിൻ്റെ അനുഭവങ്ങളാക്കി മാറ്റാൻ എന്നെ സഹായിക്കണമേ എന്ന്. എന്തെല്ലാം സാഹചര്യങ്ങൾ വന്നാലും നിന്നിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കാൻ എന്നെ സഹായിക്കണമേ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.